السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നാം ചെയ്യുന്ന ഒരുപാട് പ്രതിഫലാർഹമായ സുകൃതങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം. വലിയ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്വീകാര്യതയുള്ള ഒരു സൽക്കർമ്മമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ കൗസർ നമുക്കൊക്കെ പരിചയമുള്ള ഒരു അധ്യായമാണ്. വളരെ ചെറിയ സൂറത്താണെങ്കിലും ആ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ നൽകിയില്ലേ എന്ന് അല്ലാഹു തആല സൂചിപ്പിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു അഭിപ്രായ പ്രകാരം കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ മഹ്ശറ ലോകത്ത് മുഴുവൻ ആളുകളും ആദം നബി അലൈഹി ഇസ്ലാം തൊട്ട് അന്ത്യദിനം വരെയുള്ള മുഴുവൻ ആളുകളും കൂടുന്ന സമയം, അവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകം നൽകുന്ന കൗസർ എന്ന് പറയുന്ന ആ ഹൗലുൽ കൗസർ, അത് അങ്ങേക്ക് നമ്മൾ നൽകിയില്ലയോ നബിയെ, അങ്ങേക്ക് ഉപയോഗപ്പെടുത്താൻ, അവിടുത്തെ ഉമ്മത്തിന് ഉപയോഗപ്പെടുത്താൻ, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ അനുഗ്രഹങ്ങൾ നൽകി. ഇതൊക്കെ നൽകി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, അതുകൊണ്ട് തന്നെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി നബി അങ്ങ് നിസ്കരിക്കൂ, വൻഹർ അങ്ങ് ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. ഇതുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത് ഈ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ വലിയ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. രണ്ടാമത് പറഞ്ഞ നിസ്കരിക്കുക പിന്നീട് ബലികർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞത് അത് പെരുന്നാളിന് നമ്മൾ നിർവഹിക്കുന്ന ഉദ്ഹിയ്യത്ത് കർമ്മത്തെ കുറിച്ചാണ്. ഏതായിരുന്നാലും വലിയ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന വലിയ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. അള്ളാഹുവിനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. ലളിതമായ രൂപത്തിൽ പറഞ്ഞാൽ മിനിമം നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്തോടുകൂടെ ഉസ്വല്ലി സുന്നത്ത് ഈദുൽ അദ്ഹ റകഅത്തൈനി ലില്ലാഹി തആല, ബലി പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നു. ഇത് ചുരുങ്ങിയ രൂപമാണ്, വളരെ ലളിതമായി ആർക്കും എപ്പോഴും ചെയ്യാവുന്നതാണ്. അതേസമയം പൂർണ്ണമായി ചെയ്യുകയാണെങ്കിലോ അതും വളരെ ലളിതമാണ്, ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പൂർണ്ണമായ രൂപം എന്താണ്? പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ദുൽഹിജ്ജ 10-നാണ്. പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. എന്നാൽ സൂര്യൻ ഉദിച്ചത് മുതൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആ സമയം തൊട്ട് തന്നെ പെരുന്നാൾ നിസ്കാരത്തിനുള്ള സമയം തുടങ്ങുന്നുണ്ടെങ്കിലും കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം ആയത് മുതൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വടിയെടുത്ത് ഭൂമിയിൽ വെച്ചാൽ സൂര്യന്റെ നിഴൽ ആ വടിയുടെ നിഴലും ആ വടിയുടെ വലുപ്പവും ഒരേ സമയമാകും. ഒരു പേനയെടുത്ത് പിടിച്ചാൽ ആ പേനയുടെ നിഴലും ആ പേനയുടെ വലുപ്പവും ഒരുപോലെയാകുന്ന സമയം ഒരു സുമാർ പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റോളം വരും അത്. അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട സമയമായി. ആ സമയം തൊട്ട് ഉച്ച വരെ പെരുന്നാൾ നിസ്കാരത്തിനുള്ള സമയമാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം രാവിലെ നമ്മൾ നിർവഹിക്കുന്ന അതിമഹത്തായ ഈ പെരുന്നാൾ നിസ്കാരം നിയ്യത്തോടുകൂടെ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത് നമ്മൾ സൂചിപ്പിച്ചു. ഉസ്വല്ലി സുന്നത്ത് ഈദുൽ അദ്ഹ റകഅത്തൈനി ലില്ലാഹി തആല എന്നാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾ നിയ്യത്ത് ചെയ്യേണ്ടത്. ജമാഅത്തായിട്ട് നിസ്കരിക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായതുകൊണ്ട് ജമാഅത്തായി തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് നിർവഹിക്കാവുന്നതാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമാണെങ്കിൽ ഞാൻ ഇമാമാണെന്ന് കരുതണം, മഅ്മൂമിങ്ങളാണെങ്കിൽ മഅൽ ഇമാമി, ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് കരുതലും സുന്നത്താണ്. അപ്പോ ഈ നിയ്യത്തോടുകൂടെ ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും അതിനുശേഷം വജ്ജഹത്തു, നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ സുന്നത്തുള്ളതുപോലെ തന്നെ വജ്ജഹത്തു അതിൽ സുന്നത്താണ്. ആ വജ്ജഹത്തുവിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഒരു 7 തക്ബീർ പ്രത്യേകം സുന്നത്താണ്. ആ 7 തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക. അതിനുശേഷം ഒരു സൂറത്ത് ഓതുക. ഏത് സൂറത്ത് ഓതിയാലും മതിയാകുമെങ്കിലും പെരുന്നാൾ ദിവസം പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ്
ഒന്നാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖാഫ് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്തറബത്തി എന്ന സൂറത്തും അതിൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇല്ലെങ്കിൽ സബ്ബിഹിസ്മ സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഹല്ലത്താക സൂറത്തും അതിൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഏത് സൂറത്തും ഓതി ആ സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ 7 തക്ബീർ ചൊല്ലി അതിന്റെ ഇടയിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി പിന്നെ സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ തന്നെ റുക്കൂഅ് സുജൂദ് എല്ലാം ചെയ്ത് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയർന്നു വന്നതിന് ശേഷം വീണ്ടും ഒരു 5 തക്ബീർ സുന്നത്താണ്. ആ 5 തക്ബീറുകൾക്കിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ആ ദിക്റിന് ശേഷം വീണ്ടും ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുക്കൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുക, സലാം വിട്ടുക. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം. ഇനി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നിസ്കാരം തുടങ്ങി ഈ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്, ഫാത്തിഹയുടെ ബിസ്മിയും അഊദും ഓതുന്നതിന് മുമ്പുള്ള ഈ തക്ബീറുകൾ ഒരാൾ മറന്നുപോയാൽ അത് നിസ്കാരത്തിൽ വീണ്ടെടുക്കേണ്ടതില്ല. അത് മറന്നു എന്ന് സംഭവിക്കരുതി ആ നിസ്കാരം നഷ്ടപ്പെടുകയുമില്ല. ആ സുന്നത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രതിഫലം എങ്കിലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ മറ്റൊരു സുന്നത്താണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത് പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ലളിതമായി 2 ഖുത്ബ നിർവഹിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഏതായിരുന്നാലും ഇങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം. ഈ പെരുന്നാൾ നിസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുഹമ്മദിയ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിന് മാത്രം പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു കർമ്മമാണ്. ഹിജ്റ 2-ാം വർഷത്തിലാണ് അല്ലാഹു തആല ഇത് സുന്നത്താക്കിയത് എന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച നിസ്കാരം ചെറിയ പെരുന്നാളായിരുന്നു എന്നാണ്. ഏതായിരുന്നാലും രണ്ടും വളരെ പ്രതിഫലാർഹമായ രാത്രികളാണ്, പകലുകളാണ്, ദിവസങ്ങളാണ്. ഈ സമയങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. പെരുന്നാൾ ദിവസം പ്രഭാതത്തിൽ തന്നെ കുളിച്ചു ഭംഗിയാവലും നല്ല പുതിയ വസ്ത്രം ധരിക്കലും സുഗന്ധം പുരട്ടലും എല്ലാം പ്രത്യേകം സുന്നത്താണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠത പള്ളിയിലാണ് എന്നും പള്ളിയിലേക്ക് തന്നെ പുറപ്പെടുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ദീർഘിച്ച വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ ചുരുങ്ങിയ വഴിയിലൂടെയും വരൽ പ്രത്യേകം സുന്നത്താണ്. കാരണം പോകുന്ന സമയത്ത് അത്രയും പ്രതിഫലം, നടത്തത്തിനുള്ള പ്രതിഫലം രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടലും, വലിയ പെരുന്നാളിനൊന്നും കഴിക്കാതെ പോവലും, വലിയ പെരുന്നാൾ നിസ്കാരം പരമാവധി നേരത്തെയാക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. അതിന് മഹാന്മാർ പറയുന്ന കാരണം, വലിയ പെരുന്നാളാണെങ്കിൽ അന്ന് ഉദ്ഹിയ്യത്ത് കർമ്മവും മറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് നേരത്തെയാക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫിത്ർ സക്കാത്ത് നൽകാനൊക്കെ ഉള്ളതുകൊണ്ട് ഒരല്പസമയം ഒന്ന് മാറ്റിവെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പെരുന്നാൾ ദിവസം വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ബലിപെരുന്നാൾ ദിവസം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബലിപെരുന്നാൾ രാവ് മുതൽ അയ്യാമു തശ്രീഖ് വരെ, അഥവാ ദുൽഹിജ്ജ 11, 12, 13 ഇതാണ് അയ്യാമു തശ്രീഖ്. ഈ അയ്യാമു തശ്രീഖ് വരെ നിസ്കാരത്തിന്റെ പിറകെ നിങ്ങൾ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാപങ്ങളെ പൊളിച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ അറഫ ദിവസം, അതിനു മുമ്പുള്ള 1-2 ദിവസങ്ങളൊക്കെ, ദുൽഹിജ്ജ 10 ദിവസവും വളരെ ശ്രേഷ്ഠമാണെങ്കിലും ഈ ദിവസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗൗനിക്കണം. പെരുന്നാളിന്റെ തലേ ദിവസം നമ്മൾ മറ്റു കാര്യങ്ങളിലൊക്കെ ശുഗലാകുന്നതിന് പകരം ഈ ദിവസങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, 4 രാത്രികൾ ഒരാൾ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുകയാണെങ്കിൽ അവന് സ്വർഗം നിർബന്ധമാകുമെന്നാണ്. ഏതാണ് 4 രാത്രി? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഒന്ന് ലൈലത്തുൽ തർവിയയാണ്, അഥവാ ദുൽഹിജ്ജ 8. രണ്ടാമത് പറഞ്ഞത് ലൈലത്തുൽ അറഫ, അഥവാ ദുൽഹിജ്ജ 9. മൂന്നാമത്തേത് ലൈലത്തുൽ നഹർ, അഥവാ ദുൽഹിജ്ജ 10. അതുപോലെ തന്നെ 4-മത്തേത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈദുൽ ഫിത്റിന്റെ രാവാണ്, അഥവാ ചെറിയ പെരുന്നാളിന്റെ രാവ്. ഇങ്ങനെ 4 രാവുകൾ, ദുൽഹിജ്ജ 8, 9, 10, അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ രാവ്. ഈ 4 രാവുകളും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. അന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സംതൃപ്തി നമുക്ക് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.